ഹായ് ഫ്രണ്ട്സ്, സെറ്റ് ബ്ലോഗ്സ് മല്ലുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. പറശ്ശിനിയിൽ രാവിലെ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നായിരുന്നു കുളിയൊക്കെ. ഫ്രഷപ്പിനാകെ 40 രൂപയായുള്ളൂ. നേരെ ഓട്ടോ പിടിക്കാൻ സമയമില്ല, കാരണം നേരെ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് താഴേക്ക് പോയത്. ഇവിടെ നിന്ന് പ്രായമായവർക്കൊക്കെ താഴേക്ക് ഓട്ടോ പിടിച്ച് പോകുന്നതാണ് നല്ലത്. 30 രൂപയുള്ളൂ ചാർജ്. കുറച്ച് നല്ല ആരോഗ്യവന്മാർ സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതാണ് നല്ലത്. പോകുമ്പോൾ ശ്രദ്ധിക്കണം, കുറച്ച് ഫണ്ടൊക്കെ കയ്യിൽ വേണ്ടി വരും. ഇത് മറ്റേ പെണ്ണുങ്ങളെ ചാന്ത് ഫാൻസി ഐറ്റങ്ങളാണ്. ഇതാണ് അമ്പലത്തിലേക്കുള്ള വഴി. കുറേ നല്ല കളിപ്പാട്ടങ്ങളും കുട്ടികൾക്കൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, ചന്തയാണ്. ഇതാണ് ഇറങ്ങുന്ന കവാടം. ഇത് ക്ഷേത്രത്തിലെ കുളമാണ്. ഇവിടെ മഴക്കാലത്തൊക്കെ കുളിക്കാൻ നല്ല വൈബാണ്. ഞാനിവിടെയൊക്കെയാണ് മുമ്പ് കുളിക്കാറ്. ബാത്റൂം പോകാൻ അമ്പലത്തിൽ തന്നെ സൗകര്യമുണ്ട്, അമ്പലത്തിൻ്റെ പിറകുവശത്ത്. ഇതാണ് അതിൻ്റെ അമ്പലത്തിൽ ഞാൻ കയറിയില്ല. ആദ്യം ഞാൻ ബോട്ട് ജെട്ടി സർവീസിൻ്റെ അടുത്തേക്കാണ് പോയത്. ഇതാണ് ബോട്ട് ജെട്ടി സർവീസ്. സർക്കാർ ബോട്ടൊക്കെ ഉണ്ട്. രാവിലെ 10:30 മാട്ടൂൽ വളപട്ടണമൊക്കെ 60 രൂപയാണ് റേറ്റ് വരുന്നത്. 1.5 മണിക്കൂറൊക്കെ 2 മണിക്കൂർ സുഖമായിട്ട് കറങ്ങാം. ഐസ്ക്രീം സ്റ്റാളും. ഇതാണ് വാൾക്ക് വേ. സുഖമായിട്ട് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയ സ്പോട്ടാണ്. ഈ ബോട്ടിൽ 1 മണിക്കൂറിന് 50 രൂപയാണ് ചാർജ് വരുന്നത്. അതിനേക്കാൾ എത്ര ഭേദമാണ് നിങ്ങൾ നമ്മുടെ ഈ സർക്കാർ ബോട്ട് എടുക്കുന്നത്. 60 രൂപക്ക് മാട്ടൂലൊക്കെ പോയി സുഖമായിട്ട് തിരിച്ച് 60 അപ്പർ റിട്ടേൺ അടക്കം 120 രൂപയുണ്ടെങ്കിൽ സുഖമായിട്ട് വരാം. ഇതാണ് നമ്മളെ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്. പുതിയതായിട്ട് തുടങ്ങിയതാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് തന്നെയാണ്. ബോട്ട് ജെട്ടിക്ക് അടുത്ത് തന്നെയാണ്. കാരണം നിങ്ങൾക്കൊന്ന് എക്സ്പീരിയൻസ്. ഇത് വൈകിട്ട് തുറക്കുന്നത് 3 മണിക്കാണ്. ടൈമിങ് 3 മണി ടു 12 മണി വരെ അതിൻ്റെ ടൈമിങ് വരുന്നത്. അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞ കാര്യമാണ്. ഫുഡൊക്കെ കഴിക്കാനാണെങ്കിൽ നല്ല വൈബിന് പറ്റിയ സ്ഥലമാണ്. കുറേ കൂട്ടുകാരൊക്കെ അവിടെ കണ്ടു. നമ്മളൊക്കെ നല്ല കമ്പനിയായി. എൻ്റെ കയ്യിൽ നിന്നൊരു ബിസ്ക്കറ്റ് അടിച്ചു മാറ്റിയ ആളാണ് ഈ പോണത്. മൊബൈൽ പോകാത്തത് ഭാഗ്യം. പിന്നെ നമ്മൾ മുത്തപ്പൻ്റെ സ്വന്തം സഹചാരി. അവർക്ക് ആരെങ്കിലും കാണുമ്പോൾ ഒരു ബിസ്ക്കറ്റൊക്കെ വാങ്ങി കൊടുക്കുന്ന സന്തോഷമാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് ഞാൻ കയറാൻ പോയി. ചെറിയ തിരക്കുണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്. രാവിലെ കാലൊക്കെ ഒന്ന് കഴുകി അമ്പലത്തിൽ കയറി തൊഴുതു. ഇതാണ് നമ്മളെ വളപട്ടണം പുഴയുടെ ഭംഗി. പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അമ്പലം കാണാൻ തന്നെ ഇതാണ് നമ്മളെ ഫോട്ടോ സ്പേസ്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, എന്നാലും പ്രശ്നമില്ല. രാവിലെ തന്നെ മമ്പയറും ചായയൊക്കെ കുടിച്ചു. കുറച്ച് ചന്തയൊക്കെ കാണാനിങ്ങനെ ഇറങ്ങി. സമയം പോകണ്ടേ, ഭക്ഷണം കഴിക്കാൻ ഉച്ചയാകും. ലാസ്റ്റ് ചന്തയിലൊക്കെ ഇറങ്ങി കുറച്ച് പ്രസാദമൊക്കെ വാങ്ങി അവിടെ നിന്ന്. പിന്നെ തോന്നുന്നു കള്ളു കുടിക്കാൻ. ഇത് ബാറാണ്. നമ്മളെ ഓട്ടോ സ്റ്റാൻഡിൽ തന്നെയാണ്, അതിൻ്റെ തൊട്ടടുത്താണ്. ഇനി ബാറല്ല, കള്ളാണ് വേണ്ടതെങ്കിൽ തന്നെ ആ വഴി നേരെ പറശ്ശിനിക്കടവ് ഹോട്ടൽസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കയറിയ കാർ പാർക്കിംഗ് സെക്ഷനിലൂടെ കുറച്ച് നടന്ന് ചെല്ലുമ്പോൾ ഒരു ഇടവഴിയുണ്ട്. അത് നേരെ പോകുന്നത് നമ്മുടെ കള്ളി ഷാപ്പ് റൂട്ടിലേക്കാണ്. ഇതാണ് റൂട്ട്. ഒന്ന് വരുന്നവരിനി നോട്ട് ചെയ്ത് വെച്ചോളൂ. വല്ലപ്പോഴും നിങ്ങൾക്ക് പോകാനൊക്കെ ഉപകരിക്കും. അറിയുന്നവർക്കല്ല, അറിയാത്തവരിനി വരുമ്പോഴൊക്കെ ഈ കള്ളി ഷാപ്പിലൊക്കെ പോയി 2 കള്ളൊക്കെ കുടിക്കാൻ വൈബാണ്. വളപട്ടണം പുഴയുടെ തീരത്താണ്. പിന്നെ സിഗരറ്റ്, ബീഡി, ഹാൻസ് ഇതൊന്നും ആ പരിസരത്ത് ഇല്ല. ഇനി വേണമെന്നുള്ളത് അത് വാങ്ങിയിട്ട് വേണം ഉപയോഗിക്കാൻ. അതൊന്നും ആ പരിസരത്ത് അതിൻ്റെ കച്ചവടമൊന്നുമില്ല. സിഗരറ്റ്, ബീഡി ഇതൊന്നും ആ പരിസരത്ത് കിട്ടില്ല. ഇതാണ് കള്ള് ഷോപ്പ്. നല്ല കപ്പയും മീനൊക്കെ അടിച്ച് കള്ളൊക്കെ കുടിച്ച് ഞാൻ നേരെ പുഴയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ബോട്ടിംഗ് എല്ലാം ആസ്വദിച്ചിരിക്കുകയായിരുന്നു. സമയം പോകുന്നത് പറശ്ശിനിയിൽ വന്നാൽ അറിയില്ല. അത്രയും പീസ്ഫുൾ വൈബ് സ്ഥലമാണ്. പുഴയുടെ സൈഡിൽ നല്ല ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയറിൽ കള്ളു കുടിക്കാം. ഉച്ചക്ക് പ്രസാദവും കഴിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഗുഡ് ബൈ.